പ്രിയപ്പെട്ട കുട്ടികളെ, ഇംഗ്ലീഷ് പരീക്ഷയിൽ ജയിക്കുവാനായി ഇതാ നിങ്ങൾക്ക് ഒരു ഒറ്റമൂലി. ഫോക്കസ് ഏരിയ ആയിട്ട് 7 പാഠങ്ങൾ നിങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. ആ 7 പാഠങ്ങളുമായി ബന്ധപ്പെട്ട് ഒരുപാട് ചോദ്യങ്ങളും ഉത്തരങ്ങളും നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടാകാം. അത്രയും ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ നിങ്ങൾക്ക് പഠിക്കുവാൻ ബുദ്ധിമുട്ടുണ്ടോ? അതോ അത് കടുപ്പമേറിയതാണോ? ഇംഗ്ലീഷ് പരീക്ഷ ഒന്ന് ജയിച്ച് കയറിയാൽ മാത്രം മതി എന്ന് ചിന്തിക്കുന്നുണ്ടോ? എങ്കിൽ ഇതാ നിങ്ങൾക്കായി ഇവിടെ 3 കാര്യങ്ങളാണ് അവതരിപ്പിക്കുന്നത്. ഈ 3 കാര്യങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഇംഗ്ലീഷ് പരീക്ഷയിൽ ജയിക്കും. വളരെ കുറച്ച് ലഘൂകരിച്ച് തയ്യാറാക്കിയതാണിത്. ഒന്നാമതായി നിങ്ങൾ പഠിക്കേണ്ടത് ഫോക്കസ് ഏരിയയുമായി ബന്ധപ്പെട്ടുള്ള പാഠങ്ങളുടെ ഒരു ചെറിയ സമ്മറി പഠിക്കണം. രണ്ടാമതായി പഠിക്കേണ്ടത് ഏത് പോയം ചോദിച്ചാലും എഴുതാൻ പറ്റിയ ഒരു 6 സെൻറ്റൻസുകൾ നിങ്ങൾ പഠിക്കണം. ഏറ്റവും അവസാനത്തെ ചോദ്യമാണിത്. മൂന്നാമത്തെ കാര്യം, ഈ പരീക്ഷയ്ക്ക് ഉറപ്പായും ഒരു ഇൻ്റർവ്യൂ ക്വസ്റ്റ്യൻ ഉണ്ട്. ആരെ ഇൻ്റർവ്യൂ ചെയ്താലും ചോദിക്കേണ്ട കുറച്ച് ചോദ്യങ്ങളും ഉത്തരങ്ങളും പഠിച്ചുകൊണ്ട് പോവുക. ഈ 3 കാര്യങ്ങൾ മാത്രം പഠിക്കുകയാണെങ്കിൽ ഇംഗ്ലീഷ് പരീക്ഷ നിങ്ങൾക്ക് എളുപ്പത്തിൽ ജയിക്കാൻ സാധിക്കും. ഒന്നോർക്കുക, ഈ വീഡിയോ ഇംഗ്ലീഷ് പരീക്ഷയിൽ നിങ്ങളെ ജയിപ്പിക്കാൻ വേണ്ടി മാത്രമുള്ളതാണ്. ജയിക്കുവാൻ ബുദ്ധിമുട്ടുള്ള കുട്ടികളെ മാത്രം പരിഗണിച്ചുകൊണ്ട് തയ്യാറാക്കിയ വീഡിയോ ആണിത്. ഇവിടെ പറഞ്ഞിരിക്കുന്ന 7 പാഠങ്ങളുടെ സമ്മറി, അതുകൂടാതെ ഏത് പോയം ചോദിച്ചാലും എഴുതുവാൻ സാധിക്കുന്ന 6 സെൻറ്റൻസുകൾ, അതുകൂടാതെ ഇൻ്റർവ്യൂ ക്വസ്റ്റ്യൻസ്, ഈ 3 കാര്യങ്ങളുടെ നോട്ട്സ് ഞാൻ ഇവിടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അവിടെ ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് നോട്ട്സ് കിട്ടുന്നതായിരിക്കും. ആ നോട്ട്സ് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് നിങ്ങളുടെ നോട്ട്ബുക്കിൽ എഴുതി പഠിക്കാവുന്നതാണ്. അപ്പോൾ പ്രിയപ്പെട്ട കുട്ടികളെ, ഈ 3 കാര്യങ്ങൾ നന്നായി പഠിച്ച് ഇംഗ്ലീഷ് പരീക്ഷ വളരെ എളുപ്പത്തിൽ നിങ്ങൾ ജയിക്കുക. അപ്പോൾ നമുക്ക് 3 കാര്യങ്ങൾ പഠിക്കാനായി പോകാം. ആദ്യമായി സിമ്പിൾ സമ്മറി ഓഫ് ദ ലെസൺസ്. പാഠങ്ങളുടെ ലളിതമായ ചെറിയ സംഗ്രഹത്തിലേക്ക് പോകാം. നിങ്ങൾക്ക് പഠിക്കുവാൻ വേണ്ടി വളരെ ലളിതമായ രീതിയിലാണ് ഇത് എഴുതിയിരിക്കുന്നത്. ഒന്നാമത്തെ പാഠത്തിലേക്ക് പോകാം. ദ 3 L's ഓഫ് എംപവർമെൻറ്റ്. സ്ത്രീ ശാക്തീകരണത്തിനുള്ള 3 L's. ലേണിംഗ്, ലേബർ ആൻഡ് ലീഡർഷിപ്പ് ആർ ദ 3 എസെൻഷ്യൽ ഫാക്ടേഴ്സ് ഫോർ എംപവർമെൻറ്റ്. വിദ്യാഭ്യാസം, തൊഴിൽ, നേതൃത്വം ഇവയാണ് സ്ത്രീ ശാക്തീകരണത്തിനായുള്ള 3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ. എഡ്യൂക്കേഷൻ ഈസ് ദ ഫൗണ്ടേഷൻ അപ്പോൺ വിച്ച് എനി ചേഞ്ച് ഈസ് ബിൽറ്റ്. ഏതൊരു മാറ്റത്തിനും വിദ്യാഭ്യാസം കൂടിയേ തീരൂ. ഇഫ് ലേണിംഗ് ഈസ് ജസ്റ്റ് ദ ഫസ്റ്റ് സ്റ്റെപ്പ്, ലേബർ ഈസ് ദ സെക്കൻഡ്. വിദ്യാഭ്യാസം ആദ്യ പടിയാണെങ്കിൽ തൊഴിൽ ആണ് രണ്ടാമത്. ലേബർ ഹെൽപ്സ് വിമൻ ടു അച്ചീവ് ദർ ട്രൂ പൊട്ടൻഷ്യൽ. തൊഴിൽ പിന്നീട് സ്ത്രീകളുടെ എല്ലാ സാധ്യതകളും പുറത്തു കൊണ്ടുവരുന്നു. ലീഡർഷിപ്പ് ഓൾസോ എനേബിൾസ് വിമൻ ടു റൈസ് ആൻഡ് ഫുൾഫിൽ ദർ എബിലിറ്റീസ് ആൻഡ് ടാലൻസ്. നേതൃത്വം അവരുടെ കഴിവുകൾ പുറത്തെടുക്കാനും ഉയരാനും സഹായിക്കുന്നു. രണ്ടാമത്തെ പാഠത്തിലേക്ക് നമുക്ക് പോകാം. എനി വുമൺ അഥവാ ഏതൊരു സ്ത്രീയും. ദ പോയറ്റ് സെയ്സ് ദാറ്റ് വുമൺ ഈസ് ദ പില്ലർ ഓഫ് ദ ഹൗസ്. സ്ത്രീ വീടിന്റെ തൂണാണെന്ന് കവി പറയുന്നു. ഇഫ് ഷീ ഈസ് നോട്ട് ദർ ദ ഹൗസ് വിൽ ഫോൾ ഇൻ ടു റൂയിൻസ്. അവർ വീട്ടിൽ ഇല്ലെങ്കിൽ വീട് തകർന്നു വീഴുന്നു. ദ റൂഫ് ആൻഡ് വോൾ വിൽ ഫോൾ ഇഫ് എനിത്തിങ് ഹാപ്പൻസ് ടു ഹെർ. സ്ത്രീക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ആ വീടിന്റെ മേൽക്കൂരയും ഭിത്തിയും എല്ലാം താഴെ വീഴും. ദ ഹൗസ് പ്രൊട്ടക്ട്സ് അസ് ഫ്രം ഡേഞ്ചേഴ്സ്. വീട് അപകടങ്ങളിൽ നിന്ന് നമ്മളെ രക്ഷിക്കുന്നു. ലൈക്ക്വൈസ് ദ മദർ പ്രൊട്ടക്ട്സ് ദ മെമ്പേഴ്സ് ഫ്രം ഓൾ ഡേഞ്ചേഴ്സ്. അതുപോലെ വീട്ടിലുള്ള ആൾക്കാരെ അമ്മ എല്ലാ അപകടങ്ങളിൽ നിന്നും രക്ഷിക്കുന്നു. മൂന്നാമത്തെ ചാപ്റ്റർ, ഹൊറിഗല്ലു. ഹൊറിഗല്ലു മീൻസ് സ്റ്റോൺ ദാറ്റ് ക്യാൻ ബെയർ വെയ്റ്റ്. ഹൊറിഗല്ലു എന്നാൽ ഭാരം താങ്ങുന്ന ഒരു പ്രത്യേകതരം കല്ല് എന്നാണ് അർത്ഥം. ദീസ് ഹൊറിഗല്ലൂസ് ആർ ഫൗണ്ട് അണ്ടർ ട്രീസ് ഇൻ വില്ലേജസ്. ഇങ്ങനെയുള്ള ഹൊറിഗലുകൾ ഗ്രാമത്തിലെ മരങ്ങൾക്ക് ചുവട്ടിൽ കാണാം. ദ ട്രാവലേഴ്സ് ക്യാൻ റെസ്റ്റ് ഇൻ ബിറ്റ്വീൻ ദർ ജേർണി ഓർ വർക്ക്. യാത്രക്കാർക്ക് വിശ്രമിക്കുകയും ഭാരം അതിൽ ഇറക്കി വെക്കുകയും ചെയ്യാം. ഗ്രാൻഡ് ഫാദർ വാസ് എ റിട്ടയർഡ് സ്കൂൾ ടീച്ചർ. മുത്തശ്ശൻ വിരമിച്ച സ്കൂൾ അധ്യാപകനാണ്. ഹി യൂസ് ടു സിറ്റ് അണ്ടർ ദിസ് ട്രീ ആൻഡ് ലിസൺ ടു ദ ട്രാവലേഴ്സ്. അദ്ദേഹം എപ്പോഴും ഈ മരത്തിന്റെ കീഴിലിരിക്കുകയും യാത്രക്കാർ പറയുന്നതെല്ലാം കേൾക്കാറുമുണ്ട്. രത്ന വാസ് എ കോവർക്കർ ഓഫ് ദ റൈറ്റർ. രത്ന എന്ന സ്ത്രീ കഥാകൃത്തിന്റെ കൂടെ ജോലി ചെയ്യുന്ന ആളാണ്. പീപ്പിൾ ഷെയർ ദ ട്രബിൾസ് വിത്ത് ഹെർ. ആൾക്കാർ അവരോട് പല പ്രശ്നങ്ങളും പറയാറുണ്ട്. വി നീഡ് സച്ച് പീപ്പിൾ ഇൻ അവർ ലൈവ്സ്. ഇങ്ങനെയുള്ള ആൾക്കാരാണ് നമുക്ക് ജീവിതത്തിൽ ആവശ്യം. അടുത്ത പാഠത്തിലേക്ക് പോകാം. മാച്ച് ബോക്സ് അഥവാ തീപ്പെട്ടി. മാച്ച് ബോക്സ് ടെൽസ് ദ സ്റ്റോറി ഓഫ് എ മാരീഡ് കപ്പിൾ. ദമ്പതികളുടെ കഥ പറയുകയാണ് മാച്ച് ബോക്സ് എന്ന കഥ. It shows the unhealthy man-woman relationship in most Indian families.
ഇന്ത്യൻ കുടുംബങ്ങളിലെ അനാരോഗ്യകരമായ സ്ത്രീ പുരുഷ ബന്ധങ്ങളാണ് ഇവിടെ അവതരിപ്പിക്കുന്നത്. ദ ഓതർ കമ്പയർസ് വിമൻ ടു മാച്ച് ബോക്സസ്. കഥാകൃത്ത് സ്ത്രീകളെ മാച്ച് ബോക്സ് ആയി താരതമ്യപ്പെടുത്തുന്നു, തീപ്പെട്ടിയുമായി താരതമ്യപ്പെടുത്തുന്നു. ദ മെയിൻ ക്യാരക്ടർ ഓഫ് ദ സ്റ്റോറി ഈസ് നൊമിത. നൊമിതയാണ് പ്രധാന കഥാപാത്രം. ഷീസ് എ പുവർ വില്ലേജ് ഗേൾ. അവർ ഒരു പാവപ്പെട്ട ഗ്രാമീണ സ്ത്രീയാണ്. ഹെർ ഹസ്ബൻഡ് അജിത് ഹാസ് ദ ഹാബിറ്റ് ഓഫ് ഓപ്പണിംഗ് ഹിസ് വൈഫ്സ് മെയിൽ ആൻഡ് റീഡിംഗ് ഇറ്റ്. അവരുടെ ഭർത്താവായ അജിത്തിന് ഭാര്യയ്ക്ക് വരുന്ന എഴുത്തുകൾ തുറന്നു നോക്കുന്ന ശീലമുണ്ടായിരുന്നു. Whenever she protested him, she is treated badly. ഭാര്യ എതിർക്കുമ്പോഴെല്ലാം അയാൾ ഭാര്യയെ അവഹേളിക്കുമായിരുന്നു. In the end, she frightens him by setting fire to her own sari. കഥയുടെ അവസാനം തന്റെ സാരിത്തുമ്പിന് തീ കൊളുത്തി അവൾ അയാളെ ഭയപ്പെടുത്തി. നൊമിത ഈസ് എ ടിപ്പിക്കൽ ഇമോഷണൽ ഇന്ത്യൻ വുമൺ. വികാരപരമായ രീതിയിൽ എല്ലാത്തിനെയും സമീപിക്കുന്ന ഇന്ത്യൻ സ്ത്രീകളുടെ പ്രതിനിധിയാണ് നൊമിത. അടുത്ത പാഠത്തിലേക്ക് പോവാം. ദ അവർ ഓഫ് ട്രൂത്ത്. സത്യസന്ധതയുടെ മണിക്കൂറുകൾ. ദ അവർ ഓഫ് ട്രൂത്ത് ഈസ് എ പ്ലേ ഓൺ കറപ്ഷൻ. സത്യസന്ധതയുടെ മണിക്കൂറുകൾ എന്ന നാടകം അഴിമതിയെക്കുറിച്ചാണ്. ഇറ്റ് ഷോസ് ദ കറപ്റ്റിംഗ് ഇൻഫ്ലുവൻസ് ഓഫ് മണി ഓൺ പീപ്പിൾ. പണം മനുഷ്യരെ എത്രമാത്രം അഴിമതിയിലേക്ക് പ്രേരിപ്പിക്കും എന്നുള്ളതാണ് ഇവിടെ അവതരിപ്പിക്കുന്നത്. മിസ്റ്റർ ഗ്രേഷം ഈസ് അറസ്റ്റഡ് ഫോർ കറപ്ഷൻ. മിസ്റ്റർ ഗ്രേഷം അഴിമതി നടത്തി അറസ്റ്റിലാണ്. ഹി ആസ്ക്ഡ് ഹെൽപ്പ് ഫ്രം ബാൾവിൻ ആൻഡ് ഒഫേർഡ് ഹിം മണി. അഴിമതി കുറ്റത്തിൽ നിന്ന് തന്നെ രക്ഷിക്കാനായി മിസ്റ്റർ ഗ്രേഷം മിസ്റ്റർ ബാൾവിന് പണം വാഗ്ദാനം ചെയ്തു. ബാൾവിൻ വാസ് സിൻസിയർ, ഹോണസ്റ്റ് ആൻഡ് ട്രൂത്ത്ഫുൾ. പക്ഷേ ബാൾവിൻ സത്യസന്ധനും നീതിമാനും ആത്മാർത്ഥതയുള്ളയാളുമായിരുന്നു. ഹി റിജക്ട്സ് ദ ഓഫർ. മിസ്റ്റർ ഗ്രേഷാമിന്റെ വാഗ്ദാനം അയാൾ നിരസിച്ചു. ദിസ് ഹെൽപ്പ് ഹിം ടു ഗെറ്റ് എ ബെറ്റർ ജോബ് ഇൻ അനദർ ബാങ്ക്. മറ്റൊരു ബാങ്കിൽ ഉയർന്ന ജോലി കിട്ടാൻ ആ പ്രവൃത്തി അയാളെ സഹായിച്ചു. അടുത്ത പാഠത്തിലേക്ക് പോവാം. എ 3 വീൽഡ് റെവല്യൂഷൻ. 3 ചക്ര വിപ്ലവം അല്ലെങ്കിൽ മുച്ചക്ര വിപ്ലവം. ഇർഫാൻ വാസ് ഇൻട്രസ്റ്റഡ് ഇൻ ബിസിനസ് ഫ്രം എ വെരി ഏർലി ഏജ്. ചെറിയ പ്രായത്തിൽ തന്നെ ഇർഫാന് ബിസിനസ്സിൽ താല്പര്യമുണ്ടായിരുന്നു. ഹി ഫൗണ്ടഡ് സമ്മാൻ ഓർഗനൈസേഷൻ ഫോർ റിക്ഷ പുള്ളേഴ്സ്. സൈക്കിൾ റിക്ഷ വലിക്കുന്നവർക്ക് വേണ്ടി അദ്ദേഹം സമ്മാൻ എന്ന സംഘടന രൂപീകരിച്ചു. ദ സമ്മാൻ റിക്ഷാസ് ആർ ഡിസൈൻ ടു ഡിസ്പ്ലേ അഡ്വർടൈസ്മെന്റ്സ്. പരസ്യങ്ങൾ പതിക്കാവുന്ന രീതിയിലായിരുന്നു സമ്മാൻ റിക്ഷകൾ നിർമ്മിച്ചിരുന്നത്. ദർ ഈസ് ഓൾസോ പ്രൊവിഷൻ ടു സ്റ്റോർ ആൻഡ് സെൽ വാട്ടർ, ജ്യൂസസ്, ടെലിഫോൺ കാർഡ്സ് ആൻഡ് ന്യൂസ് പേപ്പേഴ്സ്. കൂടാതെ വെള്ളം, പഴച്ചാറുകൾ, മൊബൈൽ റീചാർജ് കൂപ്പണുകൾ, പത്രങ്ങൾ എന്നിവ സൂക്ഷിക്കാനുള്ള സ്ഥലവും ഉണ്ടായിരുന്നു. ദ പ്രോഫിറ്റ് ഈസ് ഡിവൈഡഡ് ബിറ്റ്വീൻ ദ പുള്ളേഴ്സ് ആൻഡ് ദ ഓർഗനൈസേഷൻ. ഇവയൊക്കെ വിറ്റ് കിട്ടുന്ന പണം റിക്ഷക്കാരനും സംഘടനയും പങ്കിട്ടെടുക്കുന്നു. അടുത്ത പാഠത്തിലേക്ക് നമുക്ക് പോവാം. റൈസ്, നെല്ല്. റൈസ് ഈസ് എ പോയം റിട്ടൺ ബൈ ചെമ്മനം ചാക്കോ. ചെമ്മനം ചാക്കോ എഴുതിയ കവിതയാണ് നെല്ല്. ഇൻ ദ പോയം റൈസ് ദ ഓതർ ക്രിറ്റിസൈസസ് ദ ആറ്റിറ്റ്യൂഡ് ഓഫ് ദ ഫാർമേഴ്സ്. കവിതയിൽ കവി കർഷകരുടെ മനോഭാവത്തെ വിമർശിക്കുന്നു. ദേ ആർ ഗിവിംഗ് അപ്പ് ദ കൾട്ടിവേഷൻ ഓഫ് ഹൗസ് ഹോൾഡ് ക്രോപ്സ് ഫോർ കൊമേഴ്സ്യൽ ക്രോപ്സ്. അവർ ഗാർഹിക വിളകൾ ഉപേക്ഷിച്ച് നാണ്യവിളകൾ കൃഷി ചെയ്യുന്നു. ദ ഫാർമേഴ്സ് ആർ ഡാമേജിംഗ് ദ എൻവയൺമെന്റ് ഫോർ ഈസി മണി. എളുപ്പത്തിൽ കിട്ടുന്ന പണത്തിനു വേണ്ടി അവർ പരിസ്ഥിതിയെ നശിപ്പിക്കുന്നു. ഇറ്റ് ഈസ് എ ബിഗ് ഷെയിം ടു ഡിപ്പെൻഡ് ഓൺ അതർ സ്റ്റേറ്റ്സ് ഫോർ റൈസ്, ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ്. അരിക്കും പഴവർഗ്ഗങ്ങൾക്കും പച്ചക്കറികൾക്കും വേണ്ടി സംസ്ഥാനങ്ങളെ ആശ്രയിക്കുക എന്ന് പറയുന്നത് നാണക്കേടാണ്. ദ പോയറ്റ് ഈസ് ഷോക്ക് ടു സീ ഓൾ ദീസ് തിങ്സ്. കർഷകരുടെ പ്രവൃത്തി കണ്ട് കവി ഞെട്ടിപ്പോയി. രണ്ടാമതായി നമ്മൾ പഠിക്കാൻ പോകുന്നത് ക്രിട്ടിക്കൽ അപ്രിസിയേഷൻ ഓഫ് എ പോയം. പരീക്ഷയ്ക്ക് എങ്ങനെയാണെങ്കിലും ഒരു കവിത നിങ്ങളോട് ചോദിക്കും. അതിന് നിങ്ങൾ അപ്രിസിയേഷൻ അല്ലെങ്കിൽ ആസ്വാദനം എഴുതേണ്ടതുണ്ട്. കവിത നന്നായി വായിച്ച ശേഷം നിങ്ങളുടെ അഭിപ്രായം എഴുതുക. ഏത് കവിത ചോദിച്ചാലും ഇതാ ഈ കാര്യങ്ങൾ എഴുതിയാൽ കുറച്ച് മാർക്ക് കിട്ടും. നമുക്ക് നോക്കാം. ദിസ് ഈസ് എ വെരി ബ്യൂട്ടിഫുൾ പോം. ഇത് മനോഹരമായ ഒരു കവിതയാണ്. ദ പോയിറ്റ് ഹാസ് യൂസ്ഡ് വെരി സിമ്പിൾ ലാംഗ്വേജ് ടു റൈറ്റ് ഹിസ് പോയം. വളരെ ലളിതമായ ഭാഷയിലാണ് കവി ഈ കവിത എഴുതിയിരിക്കുന്നത്. അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ദ പോയം ഈസ് വെരി ഈസി. ഈ കവിത മനസ്സിലാക്കാൻ വളരെ എളുപ്പമാണ്. ദ ലൈൻസ് ആർ വെരി സിമ്പിൾ. ഓരോ വരികളും ലളിതമാണ്. ദ പോയം ഹാസ് എ ഫൈൻ റിതം. നല്ല താളമുണ്ട് കവിതയ്ക്ക്. ദ പോയിറ്റ് ഹാസ് യൂസ്ഡ് മെനി ഡിവൈസസ് ടു മേക്ക് ഹിസ് പോയം എഫക്റ്റീവ്. കവിത ഫലപ്രദമാക്കുവാൻ കവി ഒരുപാട് കാവ്യാത്മക ഉപകരണങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട്. ദ പോയം ഗിവ്സ് അസ് എ ഫൈൻ മെസ്സേജ്. കവിത നല്ലൊരു സന്ദേശം നമുക്ക് നൽകുന്നു. ഐ ലൈക്ക് ദിസ് പോയം വെരി മച്ച്. ഈ കവിത എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. അടുത്തതായി പഠിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഇൻ്റർവ്യൂ ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ്. ഒരു അഭിമുഖത്തിന് വേണ്ടിയുള്ള ചോദ്യങ്ങളും ഉത്തരങ്ങളും നമ്മൾ തയ്യാറാക്കണം. ഇതാ ഇവിടെ 7 ചോദ്യങ്ങളും ഉത്തരങ്ങളും നൽകിയിരിക്കുകയാണ്. വളരെ ലളിതമായ രീതിയിലാണ് ചോദ്യങ്ങളും ഉത്തരങ്ങളും തയ്യാറാക്കിയിരിക്കുന്നത്. അഭിമുഖം ചെയ്യപ്പെടുന്ന ആൾ ആരുമായിക്കൊള്ളട്ടെ, നമുക്ക് ഈ 7 ചോദ്യങ്ങൾ ചോദിക്കാം. ഗുഡ് മോർണിംഗ് സർ, വുഡ് യു മൈൻഡ് സ്പെൻഡിങ് സം ടൈം വിത്ത് മീ ഫോർ ആൻ ഇന്റർവ്യൂ? ഗുഡ് മോർണിംഗ് സർ, എൻ്റെ കൂടെ അല്പം സമയം ചിലവഴിക്കുന്നതിന് താങ്കൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? നോ, ഐ വുഡിൻറ്റ്. യു ക്യാൻ ടേക്ക് ആസ് മച്ച് ടൈം ആസ് യു വാണ്ട്. ഒരു കുഴപ്പവുമില്ല, നിങ്ങൾക്ക് എത്ര സമയം വേണമെങ്കിലും എടുക്കാം. വൈ ഡിഡ് യു ഗോ ഇൻ ടു സോഷ്യൽ വർക്ക്? എന്തുകൊണ്ടാണ് സാമൂഹ്യ സേവനത്തിന് പോയത്? മൈ ചൈൽഡ്ഹുഡ് എക്സ്പീരിയൻസസ് ആൻഡ് റീഡിംഗ് മെയ്ഡ് മീ ടു സെലക്ട് സോഷ്യൽ വർക്ക്.
എൻ്റെ കുട്ടിക്കാല അനുഭവം വായനയും സാമൂഹ്യ സേവനത്തിലേക്ക് കടക്കുവാൻ എന്നെ പ്രേരിപ്പിച്ചു. ഹൂ ഈസ് യുവർ റോൾ മോഡൽ? ആരാണ് നിങ്ങളുടെ മാതൃക? മൈ മദർ ഈസ് മൈ റോൾ മോഡൽ ആൻഡ് ബെസ്റ്റ് ഫ്രണ്ട്. എൻ്റെ അമ്മയാണ് എൻ്റെ മാതൃകയും എൻ്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരനും. ഹൗ ഡിഡ് യു ഓവർകം ഫെയിലിയേഴ്സ്? പരാജയങ്ങളിൽ നിന്ന് നിങ്ങൾ എങ്ങനെയാണ് കരകയറിയത്? മൈ ഹാർഡ് വർക്ക് ആൻഡ് ഡെഡിക്കേഷൻ ഹെൽപ്പ് മീ ടു ഓവർകം ഫെയിലിയേഴ്സ്. എൻ്റെ കഠിനാധ്വാനവും സമർപ്പണ മനോഭാവവും കൊണ്ട് പരാജയത്തിൽ നിന്ന് കരകയറുവാൻ എനിക്ക് കഴിഞ്ഞു. വാട്ട് ആർ യുവർ ഫ്യൂച്ചർ പ്ലാൻസ്? ഭാവിയിലേക്ക് നിങ്ങളുടെ പദ്ധതി എന്തൊക്കെയാണ്? ഐ വാണ്ട് ടു ഹെൽപ്പ് പുവർ പീപ്പിൾ ഇൻ ദ സിറ്റി. നഗരത്തിലെ പാവപ്പെട്ട ആൾക്കാരെ സഹായിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. ഡു യു ഹാവ് എനി മെസ്സേജ് ടു ഗിവ് ടു ടുഡേയ്സ് യൂത്ത്? യുവതലമുറയ്ക്ക് എന്തെങ്കിലും സന്ദേശം നൽകാനുണ്ടോ? ദേ ഷുഡ് വർക്ക് ഹാർഡ് ആൻഡ് യൂസ് ദെയർ ടാലൻസ് ടു ക്രിയേറ്റ് എ ബെറ്റർ വേൾഡ്. അവർ കഠിനാധ്വാനം ചെയ്യുകയും അവരുടെ കഴിവുകൾ നല്ലൊരു ലോകത്തെ സൃഷ്ടിക്കാൻ ഉപയോഗിക്കുകയും ചെയ്യണം. താങ്ക് യു ഫോർ ഗിവിംഗ് മീ യുവർ ടൈം. നിങ്ങളുടെ സമയം എനിക്ക് വേണ്ടി ചെലവഴിച്ചതിൽ സന്തോഷമുണ്ട്. ഇറ്റ് വാസ് റിയലി നൈസ് സ്പെൻഡിങ് ടൈം വിത്ത് യു. താങ്ക് യു. നിങ്ങളുടെ കൂടെയും സമയം ചെലവഴിക്കാൻ സാധിച്ചതിൽ എനിക്ക് സന്തോഷമുണ്ട്. നന്ദി. പ്രിയപ്പെട്ട കുട്ടികളെ, +2 ഇംഗ്ലീഷ് പരീക്ഷ ജയിക്കുവാൻ അത്യാവശ്യം വേണ്ട 3 കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചു കഴിഞ്ഞിരിക്കുന്നത്. ഈ 3 കാര്യങ്ങൾ നന്നായി പഠിച്ച് നിങ്ങൾ ഇംഗ്ലീഷ് പരീക്ഷ വിജയിക്കുക. എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു. താങ്ക് യു സോ മച്ച്.